പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് നിന്ന് 24 കിലോമീറ്ററുള്ള എണ്ണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കോളനിയുടെ പേരെന്താ? എണ്ണപ്പാറ കോളനിയിൽ 3 ഫാമിലി ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട്ടിലാണ്. ഇവരെല്ലാവരും ആദിവാസി വിഭാഗത്തിൽ നിന്ന് വിശ്വാസാനുഭവത്തിൽ വന്ന ആളുകളാണ്. നമുക്ക് ഈ വീടൊന്ന് കാണാം. ആദ്യം ഈ വീടൊന്ന് കാണാം. ഇതവരുടെ വീടാണ്. ഇതവരുടെ അടുക്കളയൊക്കെ 3 ഫാമിലി ഒരുമിച്ച് താമസിക്കുന്നതാണ്. ഈ അനീഷ് പാസ്റ്ററുടെ 8ാമത്തെ വയസ്സിൽ വിശ്വാസത്തിൽ വന്നു. പാസ്റ്റർ 19ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ വീട് ജപ്തിയാണ്. ഇത് വല്യമ്മച്ചിയാണ്. ജപ്തിയാണ്. ബാങ്കിൽ 4 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. പിന്നെ ഇവർക്ക് ഈ കുഞ്ഞിനെയൊക്കെ നമ്മൾ കണ്ടില്ലേ, 6 വർഷമായിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 6ാമത്തെ വർഷമാണ് ഈ കുഞ്ഞ് ഉണ്ടായത്. ഒരുപാട് ചികിത്സയ്ക്ക് വേണ്ടി, ഒരുപാട് പൈസ കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുപാട് ചികിത്സ നടന്നു. നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങളില്ലാത്ത പ്രിയമുള്ളവരുടെ ദുഃഖം നമുക്കറിയാം. അങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി മറ്റുമൊക്കെ എടുത്ത വലിയൊരു കടബാധ്യതയിലേക്ക് ഈ കുടുംബം മാറിപ്പോയി. ഇപ്പോൾ പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. നിൽക്കാൻ പറ്റാത്തവരുടെ കടക്കാരെ കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങൾ പിന്നെ അത്ര ബുദ്ധിമുട്ടിപ്പോയി. കശ്വാസ്ത്ര ഇതേതാ നിങ്ങളുടെ സ്ഥലം? ഇത് പഞ്ചായത്ത് ഏതാ? കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത്. എത്രാമത്തെ വാർഡാ? 16ാം വാർഡ്. ഓക്കെ. നിങ്ങൾ ആദിവാസി ഏത് ഭാഗത്തു നിന്ന് വന്നതാ? ആദിവാസി മാവിലൻ എന്ന സമുദായത്തിൽ നിന്നാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത്. പാസ്റ്റർ മുഴുവൻ അച്ഛൻ്റെ പേര്? മടയൻ. അനീഷ് മടയൻ എന്നാണ് പേര്. അനീഷ് മടയൻ. ഓക്കെ. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് ഒത്തിരി ചികിത്സകൾ ചെയ്തു. അങ്ങനെ ഒരുപാട് പൈസ അതിനോട് കൊടുക്കാൻ ഇടയായി തീർന്നു. ഏകദേശം ഒരു 5 വർഷം വരെ ഞങ്ങൾ മക്കളൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തന്നെ പല ചികിത്സ സുൽത്താൻ ബത്തേരി വിക്ടറി ഹോസ്പിറ്റലിലുള്ള ശിവകുമാർ എന്ന് പറയുന്ന ഡോക്ടറെ ഞങ്ങളെ പിന്നീട് കാണിച്ചു. അദ്ദേഹത്തെ കാണിച്ചിട്ട് ഒരുപാട് പൈസ അവിടെ കൊടുക്കാൻ ഇടയായി തീർന്നു. പിന്നീട് 6ാം വർഷത്തിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ആ കുഞ്ഞിനെ ഞാൻ നിങ്ങൾ മുമ്പേ കണ്ടു. അങ്ങനെ ഓരോ വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒത്തിരി വലിയൊരു കടബാധ്യതയാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ നിലനിൽപ്പ് പോലും ഇല്ല. സത്യത്തിൽ ഓരോ നിമിഷവും രാത്രി കടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. അങ്ങനത്തെ വല്ലാത്തൊരു വേദനാധിയും കടക്കാരോട് കടം വാങ്ങിയവരെല്ലാവരും വീട്ടിൽ വന്നിട്ട് എന്നെ വഴക്ക് പറയുകയും പല 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 വാക്കുകളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നത്. സത്യത്തിൽ മരിക്കാൻ പോലും ഞാൻ തയ്യാറായത്. കാരണം ഈ കടനിമിത്തവും ഒരു സ്വസ്ഥതയില്ലാതെ ഒരു രാത്രി പോലും ഉറങ്ങാൻ കഴിയാത്തൊരവസ്ഥ വന്നു. പല ആൾക്കാരും വിളിച്ച് പലതും എന്നെ പറയുകയാണ്. അതുകൊണ്ട് ഈ കടത്തിൽ തന്നെ ഒന്ന് രക്ഷിക്കണം. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയുള്ളത്. എത്രയോ രാത്രികൾ ഞാൻ ഉറങ്ങാത്ത രാത്രികളുണ്ട്. ഒരു രാത്രി ഞാൻ മരിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായത്. കാരണം ഈ കട എന്നെ കൊണ്ട് പണിയെടുത്താലും തീർക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏകദേശം 19ാം വയസ്സ് തൊട്ടാണ് എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങി. ഇപ്പോൾ ഏകദേശം എനിക്ക് 36 വയസ്സുണ്ട്. ഈ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ഈ വേദന ഞാൻ പലപ്പോഴും എൻ്റെ കുടുംബത്തോട് ഞാൻ പറയുമ്പോൾ അവൾ പോലും ഭയങ്കര ടെൻഷൻ. നമുക്ക് ഒരുമിച്ച് ഭരിക്കാന്നൊക്കെ ഞങ്ങൾ തീരുമാനമെടുത്തതാണ്. കാരണം വേറൊരു പണി ഞങ്ങൾ മുമ്പിലില്ല. ഈ കടത്തുനിന്ന് കരകയറി വരുക വേറൊരു വഴിയോ ഒരു വാതിലും എൻ്റെ മുമ്പിലില്ല. എന്നെ കാണുന്ന എല്ലാവരും എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് തന്നെ കരകയറ്റണമെന്ന് ദൈവനാമത്തെ ഞാൻ പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനൊരു അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. ഓക്കെ. ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? SBI ബാങ്കിൽ. SBIയിൽ ആരുടെ പേരിലാണ് കിടക്കുന്നത്? എൻ്റെ പേരിൽ തന്നെ. ഓക്കെ. അനീഷ് മടയൻ. അനീഷ് മടയൻ. ഓക്കെ. ബ്രാഞ്ച് ഏതാ? സുൽത്താൻ ബത്തേരി ബ്രാഞ്ച്. സുൽത്താൻ ബത്തേരി ബ്രാഞ്ച്. ഞാനവിടെ കർത്താവിൻ്റെ വേലയിൽ അവിടെ ആയതുകൊണ്ട് അവിടെ ബ്രാഞ്ച്. ഓക്കെ.
പ്രിയമുള്ളവരെ, ദേവദാസന് ഇപ്പോൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു സഭയുണ്ടായിരുന്നു. ആ സഭയിലെ കടബാധ്യതയുള്ള ആളുകൾ അവിടെ കയറി ഇറങ്ങി അദ്ദേഹത്തിന് അവിടെ തുടർന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടുന്ന് വിട്ട് വീട്ടിലേക്ക് വരേണ്ടി വന്നു. കുറേ നാളുകളായിട്ട് അദ്ദേഹം എന്നെ വിളിക്കുന്നുണ്ട്. എനിക്കിപ്പോഴാണ് വരാൻ പറ്റിയത്. നമുക്ക് ഈ ദൈവദാസനെ ഒന്ന് സഹായിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. കാരണം ഇനി ശുശ്രൂഷയുടെ മുഖങ്ങളിൽ, പ്രത്യേകിച്ച് ആദിവാസി ഭാഗത്തിൽ നമ്മുടെ ഇടയിലേക്ക് വന്നിട്ട് ഈ ശുശ്രൂഷയുടെ മുഖങ്ങളിൽ വളരെ വല്ലാതെ ഭാരപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാൻ കഴിയാത്ത നിലയിൽ വ്യക്തികൾക്കുള്ള കടബാധ്യതകളുണ്ട്. കാരണം ഈ വ്യക്തികൾക്ക് കടബാധ്യത എങ്ങനെയാണ് വന്നത്? മൈക്രോ ഫിനാൻസിൽ നിന്ന് ഞാൻ ലോൺ എടുത്തു. അപ്പോൾ അത് അടക്കാൻ വേണ്ടി ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്നെ അറിയുന്ന സ്നേഹിതന്മാരോടൊക്കെ ഞാൻ കടം മുടിച്ചു. പിന്നീട് അത് അവർക്ക് പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് വന്നു. പക്ഷേ അങ്ങനെയാണ് അത്രയും കടം വന്നത് അല്ലേ? അത്ര കടം വന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയും ഒന്ന് സഹായിക്കണം പ്രിയമുള്ളവർ. എങ്ങനെയും ഈ കുടുംബത്തെ രക്ഷിക്കണം. കർത്താവിൻ്റെ അടുത്തേക്ക് വന്നവർ നിരാശപ്പെട്ടു പോവുകയില്ല. നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ നിന്നൊക്കെ ദൈവസന്നിധി വന്നിട്ട് ഇവർ ഒരു പ്രയാസങ്ങളുടെ അനുഭവങ്ങളിലൂടെ പോകാതെ നമുക്കവരെ സഹായിക്കണം. ഇവരുടെ അക്കൗണ്ടിലേക്ക്, പാസ്റ്റ് അക്കൗണ്ടിലേക്ക് തന്നെ പൈസ അയച്ചു കൊടുക്കണം. ഞാൻ അക്കൗണ്ട് നമ്പറിലൂടെ ഇതിനോട് ചേർക്കുന്നുണ്ട്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കാരണം ഇപ്പോൾ പൊതുവെ ദൈവദാസന്മാരൊന്നും ഞാൻ കരയെന്ന് പൊതുവെ കാണാറില്ല. പക്ഷെ ഇദ്ദേഹം വളരെ കണ്ണുനീരോടുകൂടിയാണ് വേദനയുണ്ട് പാസ്റ്റർ. അദ്ദേഹം വിവരങ്ങൾ പല രാത്രി ഞാൻ ഉറങ്ങാത്ത രാത്രികളുണ്ട്. ആൾക്കാർ വിളിച്ച് എന്നെ രാത്രി വിളിച്ച് എൻ്റെ ഫോൺ പോലും ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പല ആൾക്കാരും വിചാരിക്കുന്നത് ഞാൻ വാങ്ങിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടാണെന്ന്. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ എൻ്റെ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത്. എനിക്ക് ഓക്കെ, ദൈവം സഹായിക്കും. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.